നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു സമയത്ത് ഏറ്റവും മികച്ച ആരോഗ്യ പ്രവർത്തകർ നമ്മുടെ കൂടെ ഉണ്ടാവണം, അല്ലേ? അത് ഉറപ്പാക്കുന്നതിന് പിന്നില് വലിയൊരു തന്ത്രമുണ്ട്. ആരോഗ്യമേഖലയുടെ അത്രയൊന്നും ചർച്ച ചെയ്യപ്പെടാത്ത എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഈ ആസൂത്രണത്തിലേക്ക് നമുക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു നോക്കൂ. എന്താണ് ഒരു ആശുപത്രിയെ ശരിക്കും മികച്ചതാക്കുന്നത്? അത്യാധുനിക മെഷീനുകളാണോ അതോ വലിയ കെട്ടിടങ്ങളാണോ? ശരിക്കും എന്തായിരിക്കും അതിന്റെ കാരണം? ഉത്തരം വളരെ ലളിതമാണ്. അവിടുത്തെ മനുഷ്യർ. തങ്ങളുടെ ജോലിയെ ഒരു സേവനമായി കാണുന്ന ഡോക്ടർമാർ, നഴ്സുമാർ, ടെക്നീഷ്യന്മാർ, അങ്ങനെ ഒരുപാട് പേർ ചേരുന്ന ആ ടീമാണ് ഏതൊരാരോഗ്യ സ്ഥാപനത്തിന്റെയും യഥാർത്ഥ നട്ടെല്ല്. അപ്പോ ഈ വിശകലനത്തില് നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, ആദ്യം ആരോഗ്യമേഖലയിലെ ഈ തന്ത്രപരമായ സമീപനത്തെക്കുറിച്ച് സംസാരിക്കും. പിന്നെ ഭാവിക്കായുള്ളൊരു രൂപരേഖ, അതായത് വർക്ക് ഫോഴ്സ് പ്ലാനിങ്ങിനെ പറ്റി പറയും. അതുപോലെ മികച്ച ആളുകളെ എങ്ങനെ കണ്ടെത്താം, അവരെ എങ്ങനെ സ്ഥാപനത്തിൽ നിലനിർത്താം, പിന്നെ അവർക്ക് വളരാനുള്ള അവസരങ്ങൾ, ഇതെല്ലാം നമ്മൾ വിശദമായി നോക്കും. നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. ആരോഗ്യമേഖലയിലെ തന്ത്രം. ഇവിടെ ആളുകളെ മാനേജ് ചെയ്യുന്നത് വെറുമൊരു HR ജോലിയല്ല. അത് ഏറ്റവും മികച്ച ചികിത്സയും പരിചരണവും ഉറപ്പാക്കുന്നതിന്റെ പ്രധാന താക്കോലാണ്. ഇത് നമ്മളെ അടുത്തൊരു പ്രധാന ആശയത്തിലേക്കെത്തിക്കുന്നു: ഭാവിക്കായുള്ള ഒരു രൂപരേഖ. ഇതിനെയാണ് നമ്മൾ വർക്ക് ഫോഴ്സ് പ്ലാനിംഗ് അഥവാ തൊഴിൽ ശക്തി ആസൂത്രണം എന്ന് പറയുന്നത്. ഒരു ശക്തമായ ടീമിനെ കെട്ടിപ്പടുത്തുന്നതിനുള്ള അടിസ്ഥാന ബ്ലൂപ്രിന്റ് ഇതാണ്. അപ്പോ എന്താണ് ഈ വർക്ക് ഫോഴ്സ് പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ? വളരെ ലളിതമായി പറഞ്ഞാൽ, ഒരു സ്ഥാപനത്തിന് ശരിയായ കഴിവുകളുള്ള ശരിയായ ആളുകളെ ശരിയായ സ്ഥലത്ത് ഏറ്റവും ശരിയായ സമയത്ത് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നൊരു പ്രക്രിയയാണിത്. കേൾക്കുമ്പോൾ സിമ്പിളായി തോന്നാം, പക്ഷെ ഇതിന് പിന്നിൽ വലിയൊരു ആസൂത്രണം തന്നെയുണ്ട്. ഈ വലിയ പ്രക്രിയയെ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി രണ്ട് പ്രധാന ഘട്ടങ്ങളായി തിരിക്കാം. ഒന്ന്, സ്ഥാപനത്തിന്റെ ഇപ്പോഴത്തെ ആവശ്യകതകൾ എന്തൊക്കെയാണെന്ന് കൃത്യമായി വിലയിരുത്തുക. രണ്ട്, ഭാവിയിൽ വരാൻ പോകുന്ന ആവശ്യങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്ന് മുൻകൂട്ടി കാണുക. ഇന്നത്തെ ടീമിനെ വിലയിരുത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പരിഗണിക്കുന്നതെന്ന് നോക്കൂ. ജീവനക്കാർക്ക് ഇപ്പോഴുള്ള കഴിവുകളും യോഗ്യതകളും, അവരുടെ പ്രായം, ലിംഗം പോലുള്ള വിവരങ്ങൾ, എത്ര പേർ ജോലി ഉപേക്ഷിച്ചു പോകുന്നുണ്ട് എന്ന കണക്ക്, ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും ലക്ഷ്യങ്ങൾ, അവർ നേരിടുന്ന വെല്ലുവിളികൾ, ഇതെല്ലാം ഇതിൽപ്പെടും. ഇനി ഭാവിയെ പ്രവചിക്കുന്ന ഘട്ടം. ഇത് വളരെ രസകരമാണ്. HR പ്രൊഫഷണലുകൾ ഇവിടെ ആശുപത്രിയുടെ പുറത്തേക്കാണ് നോക്കുന്നത്. ജനസംഖ്യ കൂടുന്നുണ്ടോ? വരുന്ന രോഗികളുടെ പ്രായത്തിലും അസുഖങ്ങളിലും മാറ്റങ്ങളുണ്ടോ? പുതിയ മെഡിക്കൽ സാങ്കേതിക വിദ്യകൾ വരുന്നുണ്ടോ? ഗവൺമെന്റിന്റെ ആരോഗ്യ നയങ്ങൾ മാറുന്നുണ്ടോ? ഇതെല്ലാം കണക്കിലെടുത്താണ് ഭാവിയിലെ ആവശ്യം തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പൊ പ്ലാനിംഗ് കഴിഞ്ഞു. ഇനി എന്ത്? ഇനി വേണ്ടത് ആ പ്ലാൻ അനുസരിച്ചുള്ള കഴിവുകളുള്ള ആളുകളെ കണ്ടെത്തുക എന്നതാണ്. ആധുനിക റിക്രൂട്ട്മെന്റ് രീതികളും വൈവിധ്യത്തിന്റെ പ്രാധാന്യവുമാണ് നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത്. പണ്ടത്തെ പോലെയല്ല, ഇന്ന് ആളെ കണ്ടുപിടിക്കാൻ ഒരുപാട് വഴികളുണ്ട്. ഓൺലൈൻ ജോബ് പോർട്ടലുകൾ, ഫേസ്ബുക്കും ലിങ്ക്ഡിനും പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, പ്രൊഫഷണലുകളുടെ കൂട്ടായ്മകൾ, കോളേജ് ക്യാമ്പസുകളിൽ നിന്ന് നേരിട്ട് നിയമിക്കുന്നത്, പിന്നെ ഏറ്റവും നല്ലൊരു വഴി നിലവിലുള്ള ജീവനക്കാർ വഴി മറ്റുള്ളവരെ കണ്ടെത്തുന്നത്. ഇതൊക്കെയാണ് ഇന്നത്തെ രീതികൾ. ഈയൊരു ആശയം വളരെ പ്രധാനപ്പെട്ടതാണ്. വെറുതെ ഒരു ജോലി ഒഴിവുണ്ടെന്ന് പറയുന്നതിലുപരി, ഒരു സ്ഥാപനമെന്ന നിലയിൽ തങ്ങളുടെ ലക്ഷ്യമെന്താണ്, മൂല്യങ്ങൾ എന്തൊക്കെയാണ്, അവിടുത്തെ തൊഴിൽ സംസ്കാരം എങ്ങനെയാണ് എന്നൊക്കെ പുറം ലോകത്തോട് പറയുന്നത് മികച്ച ആളുകളെ ആകർഷിക്കാൻ ഒരുപാട് സഹായിക്കും. എന്നാൽ കഴിവുകൾ മാത്രം മതിയോ? പോരാ. ഒരു ടീം അവർ സേവിക്കുന്ന സമൂഹത്തിന്റെ ഒരു പ്രതിഫലനം കൂടിയാവണം. ഇവിടെയാണ് ഡൈവേഴ്സിറ്റി ആൻഡ് ഇൻക്ലൂഷൻ അഥവാ വൈവിധ്യത്തിന്റെയും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതിന്റെയും പ്രസക്തി വരുന്നത്. അപ്പോ ഈ വൈവിധ്യം ഉറപ്പാക്കാൻ എന്തൊക്കെയാണ് സ്ഥാപനങ്ങൾ ചെയ്യുന്നത്? ആളുകളുടെ മനസ്സിലുള്ള പക്ഷപാതങ്ങൾ മാറ്റിയെടുക്കാനുള്ള പരിശീലനം നൽകും. പുതിയ ജീവനക്കാർക്ക് വഴികാട്ടിയായി സീനിയർ സ്റ്റാഫിനെ നിയമിക്കുന്ന മെന്റർഷിപ്പ് പ്രോഗ്രാമുകൾ നടത്തും. എല്ലാവർക്കും തുല്യ പരിഗണന നൽകുന്ന നേതൃത്വ ശൈലികൾ പ്രോത്സാഹിപ്പിക്കും. അങ്ങനെ പലതും. ശരി, നമ്മൾ നല്ല ആളുകളെ കണ്ടെത്തി ജോലിക്കും വെച്ചു. ഇവിടെ തീർന്നോ? ഇല്ല. യഥാർത്ഥ വെല്ലുവിളി ചിലപ്പോൾ തുടങ്ങുന്നതേ ഉണ്ടാവുകയുള്ളൂ. അവരെ എങ്ങനെ നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ നിലനിർത്താം? അതാണ് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത്. റിക്രൂട്ട്മെന്റും റിട്ടൻഷനും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ വളരെ വ്യക്തമാണ്. കഴിവുള്ളവരെ ഇങ്ങോട്ട് ആകർഷിക്കുക എന്നതാണ് റിക്രൂട്ട്മെന്റിലെ വെല്ലുവിളിയെങ്കിൽ, വന്ന ആളുകളെ സ്ഥാപനത്തോട് കൂറുള്ളവരും ആത്മാർത്ഥതയുള്ളവരുമായി നിലനിർത്തുക എന്നതാണ് റിട്ടൻഷനിലെ വെല്ലുവിളി. ഒരാളെ ജോലിയിൽ പിടിച്ചു നിർത്തുന്നത് നല്ല ശമ്പളം മാത്രമല്ല, അതിന് വേറെയും ഒരുപാട് ഘടകങ്ങളുണ്ട്.
വ്യക്തിജീവിതത്തിനും പ്രാധാന്യം നൽകുന്നത്, ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് അംഗീകാരം കിട്ടുന്നത്, കരിയറിൽ മുന്നോട്ടു പോകാൻ അവസരങ്ങളുള്ളത്, നല്ല സപ്പോർട്ടീവായ ഒരു തൊഴിൽ സാഹചര്യം, ഇതെല്ലാമാണ് അതിന്റെ പ്രധാന തോണുകൾ. ഇനി നമ്മൾ അവസാനത്തെ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. വളർച്ചയ്ക്കുള്ള അവസരങ്ങൾ. ജീവനക്കാരുടെ കഴിവുകൾ വളർത്തുന്നതിലും അവരുടെ കരിയർ മെച്ചപ്പെടുത്തുന്നതിലും നിക്ഷേപം നടത്തേണ്ടത് എത്രത്തോളം പ്രധാനമാണെന്ന് നോക്കാം. ആരോഗ്യ സ്ഥാപനങ്ങൾ തങ്ങളുടെ ജീവനക്കാർക്കായി പല വഴികളിലൂടെയാണ് നിക്ഷേപം നടത്തുന്നത്. പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള അവസരങ്ങൾ നൽകുന്നു, നേതൃത്വ പാഠവും വളർത്താനുള്ള പരിശീലനം നൽകുന്നു, പലതരം സ്കിൽ വർക്ക്ഷോപ്പുകൾ നടത്തുന്നു, ചിലപ്പോൾ മറ്റു ഡിപ്പാർട്ട്മെന്റുകളിലും പ്രവർത്തിക്കാൻ അവസരം നൽകുന്നു. ഇത്രയും പറഞ്ഞതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: ഒരു ആശുപത്രിയുടെ ഏറ്റവും വലിയ സമ്പത്ത് അവിടുത്തെ മനുഷ്യരാണ്. ഈ സമ്പത്തിനെ കൈകാര്യം ചെയ്യുന്നത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന വളരെ തന്ത്രപരമായ ഒരു പ്രക്രിയയാണ്. ഈ വിശകലനം അവസാനിപ്പിക്കുമ്പോൾ ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വയ്ക്കുകയാണ്. നിങ്ങളുടെ തൊഴിലിടത്തിന്, അവിടത്തെ ഏറ്റവും വിലപ്പെട്ട ആസ്തിയായ മനുഷ്യരിൽ, ഇങ്ങനെ ഇതിലും മികച്ച രീതിയിൽ നിക്ഷേപം നടത്താൻ കഴിയും. ഒന്ന് ചിന്തിച്ചു നോക്കൂ.